മഹത്വത്തിൻ സാന്നിധ്യം പകർന്നിടുവാൻ അന്ത്യകാലത്തെ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി നിൽക്കാം ആത്മപകർച്ചയ്ക്കായി. മഹിമയിൽ രാജനെഴുന്നള്ളുന്നു, മഹത്വത്തിൻ സാന്നിധ്യം പകർന്നിടുവാൻ അന്ത്യകാലത്തെ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങി നിൽക്കാം ആത്മപകർച്ചയ്ക്കായി. മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. ഗോത്രങ്ങൾ, ഭാഷകൾ, വംശങ്ങൾ, ജനതകൾ അറിയട്ടെ യേശുവിന്റെ മഹത്വം. ദേശങ്ങൾ, രാജ്യങ്ങൾ, ഭൂതലത്തിൽ എല്ലാം പടരട്ടെ യേശുവിന്റെ മഹത്വം. മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ ഈശോയിലെ എനിക്കേറെ വാത്സല്യമുള്ള സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇപ്പോഴും ഞാനൊരു യാത്രക്കാരനാണ്. ഒരുപാട് സമയം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ നമ്മുടെ ദൈവജനത്തെ അന്വേഷിച്ച് ഞാൻ യാത്രയിലാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ബാംഗ്ലൂരിലെ എയർപോർട്ടിലെ ഫ്ലൈറ്റിൽ ബോർഡിങ് കാത്തിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ അടുക്കൽ ഇഷ്ടത്തോടുകൂടി ഓടി വന്നിട്ട് എൻ്റെ കരം പിടിച്ചിട്ട് പറഞ്ഞു, തിരുമേനി ഞാൻ അറിയും, ഷാലോം ടി വിയിലെ മഹത്വത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ തിരുമേനിയെ കണ്ടിട്ടുണ്ട്. ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു ഇപ്പം നേരിട്ട് കാണാൻ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതേ ഒരു യാക്കോബ സഭാംഗമായിരുന്നു. ഞാനത് പറഞ്ഞത് നമ്മുടെ ശുശ്രൂഷകൾ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ കാരണമാകുന്നുണ്ട്. അത് ദൈവജനത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ സന്തോഷം എൻ്റെ ഹൃദയത്തിലെ ആനന്ദത്തിൻ്റെ സങ്കീർത്തനം ആലപിക്കുന്നുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളോട് മഹത്വത്തിൻ്റെ സാന്നിധ്യമെന്ന ഈ ശുശ്രൂഷയിലെ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാൻ ദൈവാനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. നമുക്കൊരു നിമിഷം ശാന്തമായി നമ്മുടെ ശുശ്രൂഷകളെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലെ ശിരസ്സുകൾ നമിച്ച്, കണ്ണുകളടച്ച്, കരങ്ങൾ കൂപ്പി നമുക്ക് നമ്മെ തന്നെ പ്രാർത്ഥനയ്ക്ക് സജ്ജമാക്കാം. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. വാത്സല്യമുള്ള എൻ്റെ സഹോദരങ്ങളെ, രണ്ട് കുഞ്ഞനുഭവം പറഞ്ഞിട്ട് ഇന്നത്തെ ഈ ശുശ്രൂഷ ആരംഭിക്കാൻ എനിക്കിഷ്ടമുണ്ട്. ഞാൻ വൈദികരെ ധ്യാനിപ്പിക്കുന്ന വേളയിൽ ഒരു വൈദികൻ എൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹം വളരെ അസ്വസ്ഥചിത്തനായിരുന്നു. വലിയ ഭാരം വഹിക്കുന്ന പോലെ മുഖഭാവം എനിക്ക് തോന്നിയായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാനൊരു കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്, വലിയ ജോലി തിരക്കാണ്,
ആരും എന്നെ സഹായിക്കുന്നില്ല. മാത്രമല്ല, ഈ സ്ഥാപനം നല്ല നിലയ്ക്ക് നടത്തിക്കൊണ്ടു പോകുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്ന സമ്മർദ്ദങ്ങൾ, പിരിമുറുക്കങ്ങൾ, പലപ്പോഴും എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും സമയം കിട്ടാറില്ല. എനിക്ക് മടുത്തു. ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാൻ പാടില്ല. ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണിത്. ഭാരമെടുത്ത് നമ്മൾ തളരുന്നു. നമ്മുടെ ആകുലതകളും നമ്മുടെ അസ്വസ്ഥതകളും നമ്മുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ നമ്മളെ സമ്മർദ്ദപ്പെടുത്തുന്നു. രണ്ടാമത്തെ അനുഭവം ഒരു കുടുംബനാഥയുടേതാണ്. അവളുടെ ഭർത്താവ് ഒരു സുവിശേഷ പ്രവർത്തകനാണ്. കുടുംബം നന്നായിട്ട് നോക്കുന്ന ആളാണ്. പക്ഷെ കൂടുതൽ സമയവും സുവിശേഷ വേലകൾക്കായിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. ആരാധനാലയങ്ങളിലെ അദ്ദേഹം മധ്യസ്ഥ പ്രാർത്ഥന വഹിക്കുന്നു. കൗൺസിലിങ്ങിനെ അദ്ദേഹം സഹകരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം ഒഴിവ് സമയങ്ങളിലൊക്കെ പഠിക്കാനും പ്രാർത്ഥിക്കാനും മറ്റവർക്ക് കൊടുക്കാനും അദ്ദേഹം പരിശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പരിഭവം ഇതാണ്: എൻ്റെ ഭർത്താവ് എന്നെ തനിയെ വിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. വേണ്ടതുപോലെ എൻ്റെ ഭർത്താവ് എന്നെ സഹായിക്കുന്നില്ല. പിതാവ് ഒന്ന് പറയണം. അദ്ദേഹത്തിനോട് കുടുംബത്തിൻ്റെ കാര്യം നോക്കിയിട്ട് മതി ബാക്കി നാട്ടുകാര്യം. സ്നേഹമുള്ളവർ, ഞാൻ ഈ 2 അനുഭവം കൊണ്ട് പറഞ്ഞത് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സുവിശേഷ ഭാഗത്തിലേക്ക് നിങ്ങളെ ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. ലൂക്കായുടെ സുവിശേഷത്തിലെ 10-ാമത്തെ അധ്യായത്തിലെ മർത്തായുടെ കഥ 38-ാമത്തെ വചനം തുടങ്ങി 42-ാമത്തെ വചനം വരെ ഉണ്ട്. നമുക്ക് ആ സംഭവം ഒന്ന് വായിച്ച് കേൾക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അവൻ പോകും വഴി ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ ഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്ന പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദാന്തികത്തിലിരുന്നു. മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകൾ മുഴുകി വ്യഗ്രചിത്തയുമായിരുന്നു. അവൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥചിത്തയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. നല്ല ഭാഗം മറിയം തെരഞ്ഞെടുത്തു, അവളിൽ നിന്ന് അതെടുക്കപ്പെടുകയില്ല. ഇന്നത്തെ സമൂഹത്തിലെ മനുഷ്യൻ്റെ ഒരു വലിയ സമ്മർദ്ദമാണ് ഒന്നിനും സമയമില്ല. ഭാരിച്ച തിരക്കാണ്. ഭാരങ്ങൾ വഹിക്കാൻ ആരും സഹായിക്കുന്നില്ല. വിശ്രമിക്കാൻ സമയം കിട്ടുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, ഈ മർത്തായുടെ പ്രതിസന്ധി എനിക്ക് തോന്നുന്നേ അവസാനിച്ചിട്ടില്ല. അത് നമ്മുടെ സമൂഹത്തിൽ വളരെ തുടരുകയാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾ, നിങ്ങളിൽ പലർക്കും ഈ മർത്തായുടെ അനുഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. മറിയത്തോട് കർത്താവ് കാണിച്ച അനുതാപപൂർണമായ അനുകൂലമായ അനുനയനം മർത്തായ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവൾ കാൽപാദങ്ങളിൽ ഇരിക്കുന്ന നീ കാണുന്നില്ലേ? ഇവൾ വെറുതെ ചുമ്മാ ഇരുന്ന് സമയം കളയുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ലേ? അടുക്കളയിൽ ഒരു 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുകയാണ്. എന്നെ തനിയെ വിട്ടിട്ട് ഇവള് നിൻ്റെ അടുക്കലിരുന്ന് ഈ കൊച്ചു വർത്തമാനം പറയാൻ നീ അവളെ വിട്ടുകൊടുക്കുന്നത് ശരിയാണോ? എന്തുകൊണ്ട് അവൾ എന്നെ സഹായിക്കുന്നില്ല? മർത്ത ആകുലപ്പെട്ടത് മനസ്സിലെ ഒരു ജീവിതത്തിൻ്റെ വ്യഗ്രതയായിട്ട് കൊണ്ടു നടക്കുന്ന എന്തുമാത്രം ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, ഞാനടക്കം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എന്നെ സഹായിക്കേണ്ട പലരും
എന്നെ സഹായിക്കുന്നില്ല. എനിക്ക് കരം തരേണ്ട പലരും എനിക്ക് കരുത്ത് പകരുന്നില്ല. ഇവിടെ ഒരു കാര്യം എനിക്കിനോട് പറയാൻ ആഗ്രഹമുണ്ട്. കർത്താവിൻ്റെ കാൽപാദങ്ങളിൽ ഇരിക്കുക. ടു സിറ്റ് ഡൗൺ അറ്റ് ദ ഫീറ്റ് ഓഫ് ജീസസ്. വ്യാഖ്യാതാക്കൾ അതിന് പറയുന്നത് സിറ്റ് ഡൗൺ എന്നല്ല, ടു സെറ്റിൽ ഡൗൺ. വെറുതെ കുത്തിയിരിക്കുകയല്ല, ഭാരം മുഴുവൻ കർത്താവിൻ്റെ കാൽപാദങ്ങളിൽ ഇറക്കി വയ്ക്കുന്ന ഒരു സന്ദർഭം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടാകണം. നമ്മൾ പല്ലി ഉത്തരം ചോക്കുന്നത് പോലെ ഒറ്റയ്ക്ക് ചുമക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ ശാന്തനും വിനീതനുമാണ്, നിങ്ങളുടെ ഭാരങ്ങളൊക്കെ നിങ്ങൾ ഇറക്കി വയ്ക്കുവിൻ. നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന വലിയൊരു അപകടം എൻ്റെ സഹോദരങ്ങളെ, സ്വസ്ഥമായിട്ട് കർത്താവിൻ്റെ കാൽപാദങ്ങളിൽ നമുക്ക് കുത്തിയിരിക്കാൻ അറിഞ്ഞുകൂടാ. ഒരുപാട് സമയം നമ്മൾ ആകുലത കൊണ്ട്, അസ്വസ്ഥത കൊണ്ട്, വ്യഗ്രത കൊണ്ട് ഓടി നടക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് മർത്തായോട് പറഞ്ഞത്, മർത്ത മർത്ത. ഞാൻ ചിലപ്പോൾ വിചാരിച്ചു, എന്തിനാ കർത്താവ് 2 പ്രാവശ്യം മർത്ത മർത്ത എന്ന് പറയുന്നത്? കർത്താവ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ ആവർത്തിക്കുന്ന ഒരു പ്രത്യേക ശൈലിയാണിത്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മർത്ത മർത്ത, നീ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അസ്വസ്ഥയാണ്, നീ വ്യഗ്രചിത്തയാണ്, നീ ആകുലയാതയാണ്. ഒരു കാര്യം മാത്രമേ നീ ചെയ്യേണ്ടതുള്ളൂ, നിൻ്റെ ഭാരം മുഴുവൻ കർത്താവിൻ്റെ കാൽപാദങ്ങളിൽ ഇറക്കി വയ്ക്കുക. നിൻ്റെ അസ്വസ്ഥതകൾ മുഴുവൻ കർത്താവിന് കൊടുക്കുക. നിൻ്റെ രോഗവും നിൻ്റെ സങ്കടങ്ങളും നിൻ്റെ പ്രതിസന്ധികളും. എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ധാരാളം പ്രതിസന്ധികളുണ്ട്. നിങ്ങളോട് വചനം പ്രഘോഷിക്കുന്ന പിതാവിൻ്റെ ജീവിതത്തിൽ എടുത്താൽ പൊന്താത്ത ഭാരമുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, മടുത്തിട്ട് കർത്താവിനോട് തന്നെ ഞാൻ ചോദിക്കാറുണ്ട്, നീ എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് സുഖമായിട്ടിവിടെ കുത്തിരിക്കുകയാണോ എന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ അമല ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ചെറുപ്പക്കാരൻ മരണത്തിൻ്റെ വക്രത്തിൽ ഇഞ്ചിഞ്ചായിട്ട് മരിക്കുന്ന വേളയിൽ ഞാൻ അവനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യയും മക്കളൊക്കെ കരഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, പിതാവേ അവരോട് കരയാതിരിക്കാൻ പറയേ. ഞാൻ ചോദിച്ചു, എന്താടാ? ഞാൻ സഹിക്കുന്നത് ഒറ്റയ്ക്കല്ല, കർത്താവിൻ്റെ കൂട്ടത്തിലാണ്. എൻ്റെ സഹനങ്ങളിൽ കർത്താവുണ്ട്. ഞാൻ കർത്താവിൻ്റെ കാൽപാദങ്ങളിലാണ്, ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഈ ഒരു ചിന്ത നമുക്കുണ്ടാകണം. ആളുകൾ മുഴുവൻ ഇപ്പോൾ വിശ്രമിക്കാനായിട്ട് പിക്നിക്ക് പോവുക. വിശ്രമത്തിനായിട്ട് പിക്നിക്ക് പോകുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മളുടെ ഇടയിലെ ആളുകളുടെ ഇടയിൽ ഒരു പത്രാസ് പോലെയാണിത് എനിക്ക് തോന്നുന്നത്. 4 കാശുണ്ടെങ്കിൽ എവിടേക്കെങ്കിലും ഒന്ന് യാത്ര പോയി അത് മുഴുവൻ തൃശ്ശൂർ പൂരം വെടിക്കെട്ടായിട്ട് നശിപ്പിച്ച് വന്നാലേ ഒരു സ്വസ്ഥതയുള്ളൂ. ഞാൻ ഈ യാത്ര പോകുന്നതിനൊന്നും കുറ്റപ്പെടുത്തി പറയുകയല്ല. നിങ്ങൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നത് കൂടുതൽ ക്ഷീണിതരായിട്ടാണ്, നിങ്ങൾ കൂടുതൽ അസ്വസ്ഥരായിട്ടാണ് വരുന്നത്, കൂടുതൽ ആകുലരായിട്ടാണ് നിങ്ങൾ വരുന്നത്. അവൻ്റെ കാൽപാദങ്ങളിൽ വിശ്രമിക്കാൻ പഠിക്കുക. അതുകൊണ്ടാണ് മർത്തായോട് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു, മർത്ത മർത്ത, നീ ഒരുപാട് കാര്യങ്ങളിൽ ആകുലയാണ്, ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ. അതാണ് മറിയം ചെയ്തത്. അവൾ കാൽപാദങ്ങൾ കുത്തിയിരുന്നത്. 1981 മദർ തെരേസ തൃശ്ശൂർ അതിരൂപതയിൽ സന്ദർശിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. അവർ KCSLൻ്റെ ജൂബിലിയോടനുബന്ധിച്ച് വലിയ ഒരു സമ്മേളനത്തിൽ കുഞ്ഞുങ്ങളെ അഭിസംബോധന ചെയ്യാൻ വന്നതാണ്. അക്കൂട്ടത്തിൽ തൃശ്ശൂർ, ഇരിഞ്ഞാലക്കുട, പാലക്കാട്ട് രൂപതയിലെ എല്ലാ വൈദികരെയും എല്ലാ സന്യസ്തരെയും ഒന്നിച്ച് തൃശ്ശൂർ ആർച്ച് ബിഷപ്സ് ഹൗസിൽ വെച്ച് അവർ കണ്ടുമുട്ടി. ഒരു 14,000-ഓളം സമർപ്പിതരുണ്ടായിരുന്നു. മദർ തെരേസ കൽക്കട്ടയിൽ നിന്ന് പ്ലെയിൻ മാർഗം മദ്രാസിൽ വന്ന്, മദ്രാസിൽ നിന്ന് വീണ്ടും അടുത്ത പ്ലെയിനിനെ കൊച്ചി വന്ന്, കൊച്ചിയിൽ നിന്ന് കാർ മാർഗമാണ് തൃശ്ശൂരിൽ വരുന്നത്. അവർ വരുമ്പോഴേതാണ്ട് ഒരു മണിയായിട്ടുണ്ട്. ഞങ്ങൾ ബിഷപ്സ് ഹൗസിൻ്റെ കവാടത്തിൽ വെച്ച് അവരെ
പൂമാലയും ബൊക്കയും കൊടുത്ത് സ്വീകരിച്ചു. കുണ്ടുകുളം പിതാവ് അവരോട് ചോദിച്ചു, നിങ്ങൾ ക്ഷീണിതയാണോ? അവർ പറഞ്ഞു, യെസ്, ഐ ആം ടയേർഡ്. ദുർഘടമായിട്ടുള്ള യാത്രയായിരുന്നു. പിതാവ് പറഞ്ഞു, നിങ്ങൾക്ക് വിശ്രമിക്കണോ? അവർ പറഞ്ഞു, യെസ്. പിതാവ് പറഞ്ഞു, നമ്മുടെ VIP റൂം തുറക്കാൻ. അവർ കോണി കയറുന്ന സമയത്ത് പിതാവിനോട് ചോദിച്ചു, നിങ്ങളുടെ ചാപ്പൽ എവിടെയാണ്? ഞങ്ങൾ ചാപ്പലിലേക്ക് പരിശുദ്ധ കുർബാനയുടെ ഒരു വിസിറ്റ് നടത്താൻ അവർ പോവുകയാണെന്നുള്ള ധാരണയിൽ ഞങ്ങൾ ചാപ്പൽ തുറന്നു. ഞങ്ങളെല്ലാവരും അകത്ത് കയറി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ നിലത്ത് അവർ ചമ്രം കുത്തിയിരുന്ന് കരങ്ങൾ കൂപ്പി ശിരസ് താഴ്ത്തി ഒരു കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന നിമഗ്നയായി. ഞങ്ങൾ വിചാരിച്ച് 5 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചു പോരുമെന്നാ. ഞങ്ങളുടെ മീറ്റിംഗ് ആരംഭിക്കുന്നത് 2:30 മണിക്കാണ്. 2:30 മണിയായപ്പോഴാണ് അവരവിടെ നിന്ന് എഴുന്നേറ്റത്. ഞങ്ങൾക്ക് അത്ഭുതമായി. ഞങ്ങൾ വൈദികരോട് മദർ തെരേസ സംസാരിക്കാൻ ആരംഭിച്ചത് ഈ അനുഭവം പറഞ്ഞിട്ടാണ്. ഞാനിവിടെ വന്നപ്പോൾ നിങ്ങൾ എന്നോട് ഒരുപാട് ഔദാര്യം കാണിച്ചു. നിങ്ങളെന്നോട് ചോദിച്ചു, ആർ യു ടയേർഡ്? നിങ്ങൾ ക്ഷീണിതയാണോ എന്ന്. ഞാൻ പറഞ്ഞാൽ ക്ഷീണിതയാണെന്ന്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ളൊരു ചാപ്പലുണ്ട്. ഞാൻ അവിടെ 1.5 മണിക്കൂർ സമയം കുത്തിയിരിക്കുകയായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, പ്രാർത്ഥന എന്ന് പറയുന്നത് വിശ്രമമാണെന്ന് ഓർമ്മിക്കുക. എന്നിട്ട് മദർ തെരേസ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിലെ 31-ാമത്തെ തിരുവചനം എടുത്തു വായിച്ചു. അവർ ക്ഷീണിതരായിരുന്നു, അവർ പരിഭ്രാന്തരായിരുന്നു. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്കൊരു വിജനപ്രദേശത്തേക്ക് പോകാം, നമുക്കല്പം വിശ്രമിക്കാം. നമുക്കൊരു വിജന സ്ഥലത്തേക്ക് പോകാം, നമുക്കല്പം വിശ്രമിക്കാം. എൻ്റെ സഹോദരങ്ങൾ, എന്താണ് ഈ വിജന സ്ഥലം? നമ്മുടെ ജീവിതത്തിൽ നമുക്കാവശ്യമുള്ള ഒരു ഏകാന്തതയുണ്ട്. നമുക്ക് ആർക്കും തന്നെ നിശബ്ദമായിട്ടിരിക്കാൻ പറ്റാറില്ല. നമുക്കാർക്കും തന്നെ മരുഭൂമിയിലേക്ക് പോകാൻ സാധിക്കാറില്ല. നമുക്കാർക്കും തന്നെ ഗുഹയിലേക്ക് പോകാൻ കഴിയാറില്ല. നമ്മൾ വളരെ വ്യഗ്രചിത്തരാണ്. കണക്കുകൾ കൂട്ടിയിട്ട്, രോഗങ്ങളെക്കുറിച്ചുള്ള ആകുലതകൾ കൊണ്ട്, കുടുംബത്തെ പ്രാരാബ്ദങ്ങളെക്കുറിച്ചുള്ള മടുപ്പ് കൊണ്ട്. മർത്ത പറഞ്ഞത് വളരെ സത്യമാണ്. ഞാൻ ഒറ്റയ്ക്ക് ഈ പണിയെല്ലാം ചെയ്തിട്ട് ഇവളിവിടെ കുത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മർത്ത വിവേകശൂന്യമായിട്ട് പെരുമാറിയ കന്യകയാണ്. മറിയം കാൽപാദങ്ങളിലെ കരുത്ത് കണ്ടെത്തിയവളാണ്. ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജനത്തിന് ഇപ്പോഴും കൂടുതൽ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ജനത്തിൻ്റെ മുഴുവൻ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് അവർക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, അവർക്ക് വിശ്രമിക്കാൻ കഴിയാറില്ല. കർത്താവിൻ്റെ കാൽപാദങ്ങളിൽ കുത്തിയിരുന്നിട്ട് കർത്താവിനെ കണ്ണുകൊണ്ട് കാണാനും കാതുകൊണ്ട് കേൾക്കാനും കരം കൊണ്ട് സ്പർശിക്കാനും അവർക്ക് കഴിയുന്നില്ല. ഞാൻ നിങ്ങളൊക്കെ പള്ളിയിൽ പോകുന്നവരാ. ഞായറാഴ്ച പള്ളിയിൽ പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്നോട് ചിലർ പറയുന്നത്, ഈ കൽപ്പനയ്ക്കകത്ത് കർത്താവ് ഒരു കുഴപ്പം കാണിച്ചിട്ടുണ്ട്. ഞായറാഴ്ചകളിലും കടവുള്ള ദിവസങ്ങളിലും വിശുദ്ധമായി ആചരിക്കണം. പക്ഷേ ഈ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും വിശുദ്ധമായിട്ട് ആചരിക്കണമെന്നുള്ള ഈ വലിയ കാഴ്ചപ്പാട് വരുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ 6 ദിവസം മുഴുവൻ സൃഷ്ടിച്ച കർത്താവ് 7-ാമത്തെ ദിവസം തൻ്റെ പ്രവർത്തനത്തിൽ നിന്നും മാറി വിശ്രമിച്ചു. അതുവഴി അവൻ 7-ാമത്തെ ദിവസത്തെ വിശുദ്ധീകരിച്ചു. ഈ വിശ്രമം എന്ന് പറയുന്നത് പിന്നെയും ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നതല്ല. ഞാനും നിങ്ങളും വിശ്രമിക്കേണ്ടത് നമ്മെ തന്നെ വിശുദ്ധീകരിക്കാനാണ്. അവൻ 6 ദിവസങ്ങൾ പ്രവർത്തിച്ചു. 7-ാമത്തെ ദിവസം പ്രവർത്തനങ്ങളിൽ നിന്ന് അവൻ വിരമിച്ചു, അവൻ വിശ്രമിച്ചു. ആ വിശ്രമത്തിലൂടെ അവൻ ആ ദിവസത്തെ വിശുദ്ധീകരിച്ചു. രാജാക്കന്മാരുടെ പുസ്തകത്തിലെ 1-ാമത്തെ രാജാക്കന്മാരുടെ പുസ്തകത്തിലെ 19-ാമത്തെ അധ്യായം ഏലിയ പ്രവാചകനെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകളാണ്. ഏലിയ പ്രവാചകനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമ്മളുടെ മുൻപിൽ 19-ാമത്തെ അധ്യായത്തിൽ വയ്ക്കുന്നത് 18-ലെ വിജയം കഴിഞ്ഞിട്ടാണ്. ഏലിയ പ്രവാചകൻ്റെ ജീവിതത്തിൽ
ഏറ്റവും വലിയ വിജയം കാർമൽ മലയിലെ ബാലിൻ്റെ പുരോഹിതരെയും ബാലിൻ്റെ ദേവന്മാരെയും ബലിയർപ്പണത്തിലൂടെ തോൽപ്പിച്ച് തുന്നം പാടിച്ച് ഓടിച്ചതാണ്. ആ ബലിയോടുകൂടെയാണ് വരൾച്ച അവസാനിക്കുന്നത്, സമൃദ്ധിയായിട്ട് മഴ പെയ്യുന്നത്, നാടിൻ്റെ ശാപം നീക്കുന്നത്. അവിടെ ഏലിയ ഹീറോ ആണ്. പക്ഷെ നിങ്ങൾ 19-ാമത്തെ അധ്യായത്തിൽ കാണുന്നത് എന്താണെന്നറിയാമോ? ഈ വിജയത്തിന് ശേഷം ഏലിയ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. ഈ വിജയത്തിൻ്റെ ആഘോഷ തിമിർപ്പിലെ തുറന്ന ജീപ്പിലെ നാട്ടുകാരുടെ ഇടയിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഓടി നടക്കുകയല്ല ചെയ്തത്. അവൻ മരുഭൂമിയിലേക്ക് പിൻവാങ്ങി. മരുഭൂമി നിങ്ങൾക്കറിയാം, ശാന്തതയുടെ സ്ഥലമാണ്, ഏകാന്തതയുടെ സ്ഥലമാണ്. ഈ മരുഭൂമിയിൽ അവനായിരിക്കുന്ന സമയത്ത് അവൻ ഒരു മരത്തണലിൽ തലയണ വെച്ച് വിശ്രമിച്ചു. ഒരുപക്ഷേ ആ മരത്തണല് അത് കർത്താവിൻ്റെ മടിയാണ്. അവൻ ആ മരത്തണലിൽ തലയണ വെച്ച് വിശ്രമിച്ചപ്പോൾ കർത്താവ് അവനെ തട്ടി ഉണർത്തി. എടാ, കുറേ നേരമായല്ലോ നീ ഉറങ്ങുന്നേ, നീ എഴുന്നേൽക്കുക, നീ കുറേ നേരമായി ഉറങ്ങുന്നു, നീ എഴുന്നേൽക്കുക. എന്നിട്ട് അവന് അപ്പവും വെള്ളവും കൊടുത്തു. നിങ്ങൾക്കറിയാം, അപ്പം ജീവൻ്റെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ്, പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ്. ജലം പരിശുദ്ധാത്മാവിൻ്റെ അടയാളമാണ്. അവൻ മരത്തണലിൽ തലവെച്ചുറങ്ങിയപ്പോഴും അവന് കിട്ടിയ 2 വലിയ കൃപകൾ എന്താണെന്നറിയാമോ? ജീവൻ്റെ പങ്കെടുപ്പിലുള്ള ഭാഗഭാഗിത്വവും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ള ശക്തിയും. അവൻ എഴുന്നേറ്റിട്ട് കർത്താവ് പറഞ്ഞു, നീ മുന്നോട്ട് യാത്ര ചെയ്യുക. ഒരുപക്ഷെ ഒരുപാട് സമ്മർദ്ദങ്ങളുടെ നടുവിലാണ് ഏലിയ മരുഭൂമിയിലേക്ക് പോയത്. മരുഭൂമിയിൽ വെച്ച് അവൻ കർത്താവിനെ കണ്ടുമുട്ടി. ഇന്ന് ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ ശുശ്രൂഷകളിൽ വ്യഗ്രതപ്പെട്ട് നടക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. ഒരുപാട് ശുശ്രൂഷകൾക്ക്, ധ്യാനങ്ങളും കൺവെൻഷനുകളും ഒക്കെയായിട്ട് നടക്കുന്ന ആളുകളുണ്ട്. ചിലപ്പോഴൊക്കെ അങ്ങനെയുള്ള ആളുകളുമായിട്ട് ഞാനും അങ്ങനെയുള്ള ഒരാളാണ്, എൻ്റെയും കൂടെ അനുഭവമാണ്. ചിലപ്പോൾ തോന്നാറുണ്ട്, മടുത്തല്ലോ കർത്താവേ, ഇനി എങ്ങോട്ടാണ് ഞാൻ പോകണ്ടേ? അതിൻ്റെ അർത്ഥം നീ കൊടുത്ത് കൊടുത്ത് കാലിയായി, ഇനി നീ നിറയപ്പെടണം. നീ കൊടുത്ത് കൊടുത്ത് കാലിയായി, നിനക്ക് ഇനി നിറവ് വേണം. നിൻ്റെ നിറവ് കർത്താവിലാണ്. ഈ മൊബൈൽ വന്നതിന് ശേഷം എനിക്ക് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലായി. ഈ മൊബൈലിൻ്റെ ചാർജ് എത്ര പെട്ടെന്ന് തീരുന്നത്. ഞാൻ ചില അച്ഛന്മാരെ വിളിക്കുമ്പോൾ അച്ഛന്മാർ പറഞ്ഞു, ഇടയ്ക്ക് കട്ട് ചെയ്തു, ഞാൻ റേഞ്ച് പോയതാണ്. അപ്പോൾ വേറെ ഫോണിൽ വിളിച്ചിട്ട് പറയാം, അല്ല പിതാവ് ചാർജ് തീർന്നതാ. വിളിച്ച് ചാർജ് തീരുക. ഇത് മനുഷ്യൻ്റെ ജീവിതത്തിലെ സത്യമാണ്. ഇത് കർത്താവിലെ ചേർന്ന് നിൽക്കാൻ കഴിയട്ടെ. ചേർന്ന് നിൽക്കുന്നവരെ ധാരാളം ഫലം പുറപ്പെടുത്തും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ഇന്നത്തെ സന്ദേശമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുള്ള ഒരേ ഒരു കാര്യം, നമുക്ക് മറിയത്തെ പോലെ സെറ്റിൽ ഡൗൺ അറ്റ് ദ ഫീറ്റ് ഓഫ് ദ ജീസസ്. കർത്താവിൻ്റെ കാൽപാദങ്ങളിൽ നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ ഇറക്കി വയ്ക്കാം, നമ്മുടെ അസ്വസ്ഥതകൾ ഇറക്കി വയ്ക്കാം. പ്രാർത്ഥന എന്ന് പറയുന്നത് ചൊല്ലിക്കൂട്ടുന്നതും കാട്ടിക്കൂട്ടുന്നതും മാത്രമല്ല. ഞാൻ ചിലപ്പോഴും ബൈബിൾ തുറന്നിട്ട് വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാറുണ്ട്. ഞാൻ സത്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന അനുഭവമാണ്. ഞാൻ നോക്കിയിരിക്കുന്ന സമയത്ത് അഹറോൻ്റെ തളിർത്ത വടി പോലെ ബൈബിളിനെ പുതിയ മുകളങ്ങൾ പൊട്ടുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് കർത്താവിൻ്റെ ആത്മാവ് എന്നെ സ്പർശിക്കുന്നത്. ഏലിയായോട് പറഞ്ഞതുപോലെ കർത്താവ് എന്നോട് പറയുന്നേ, എടാ എഴുന്നേൽക്കുക, അപ്പമെടുത്ത് നീ ഭക്ഷിക്കുക. സഹോദരങ്ങളെ, നമുക്ക് ഇന്നത്തെ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾ സർവ്വനിയോഗങ്ങളെയും
തൻ്റെ കരത്തിൻ്റെ ഉള്ളിൽ കാത്തുസൂക്ഷിക്കുകയും നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. ഈശോ മിശിഹാ ആഗതനാകുന്നു. മഹത്വത്തിൻ സാന്നിധ്യമായ പരിശുദ്ധ കുർബാനയെ ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. ദിവ്യകാരുണ്യ സന്നിധിയിൽ എല്ലാവരും മുട്ടുകൾ മടക്കി ഹൃദയം നുറുങ്ങി ഇരുകരങ്ങളും യാചനാപൂർവം തുറന്നു പിടിച്ച് വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ തിരുവചന ശുശ്രൂഷയിലൂടെ അഭിയുന്ന റാഫേൽ തട്ടിൽ പിതാവിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുകയായിരുന്നു. അനേകം ആയിരങ്ങളിലേക്ക് കർത്താവ് തൻ്റെ വചനത്തിൻ്റെ അഭിഷേകം പകർന്ന് അനുഗ്രഹിക്കുകയായിരുന്നു. ഹൃദയം നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ തകർച്ചകളും ദുഃഖ ദുരിതങ്ങളും കഷ്ടതകളും സഹനങ്ങളും രോഗങ്ങളെല്ലാം കർത്താവിൻ്റെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുക. ഈശോയെ പ്രവർത്തിക്കണമേ, അത്ഭുതങ്ങൾ ചെയ്യണമേ, അടയാളങ്ങളിലൂടെ പ്രഘോഷിക്കപ്പെട്ട തിരുവചനങ്ങളെ സ്ഥിരീകരിക്കണമേ, മാറാ രോഗങ്ങൾ മൂലം വേദനിക്കുന്ന രോഗികളെ വചനമയച്ച് സൗഖ്യമാക്കണമേ, വിട്ടുമാറാത്ത സാമ്പത്തിക തകർച്ചകള്, കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകള്, ഇതുമൂലം കഷ്ടപ്പെടുന്ന ആയിരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചു പ്രാർത്ഥിച്ചോ, യേശുനാമം വിളിച്ചു പ്രാർത്ഥിച്ചോ. ഇത് കൃപയുടെ മണിക്കൂറുകളാണ്. സ്വർഗം തുറക്കപ്പെടുകയാണ്. അനേകം അനേകം ആയിരങ്ങളെ കർത്താവ് പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുകയാണ്. ഇരുകരങ്ങളും ഉയർത്തി സ്വരമുയർത്തി പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു. വിശ്വാസത്തോടെ സ്തുതിച്ചോ. ദിവികാരുണ്യത്തിലേക്ക് നിങ്ങൾ കണ്ണുകൾ ഉയർത്തി നോക്കിക്കോ. ഇത് കൃപയുടെ മണിക്കൂറുകൾ. കർത്താവേ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളിലേക്ക് അഭിഷേകമായി വരണമേ. ആരാധന, ആരാധന, ആരാധന. നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ, തലമുറകളെ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ആഴ്ചയിൽ ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത് കല്ലേറുകളിൽ പ്രാർത്ഥിക്കുക. ഈ ശുശ്രൂഷയ്ക്കായി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ചൊരുങ്ങി കടന്നു. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ,